everyone. Every trapper Malundu പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 1 ജൂലൈ 2020. ഞാൻ ഇവിടുന്ന് ഒരു കോൾ സൈഡിലോട്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. അതിനുള്ള റീസൺ നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത റീസൺസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ എൻട്രിയോ അതിന്റെ പിന്നിലെ ലോജിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എങ്ങനെയാണ്, മാർക്കറ്റിലെ ട്രാപ്പിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ റീറ്റെയിലേഴ്സിനെ പറ്റിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ലോജിക്കെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് വീഡിയോ മുന്നോട്ട് കിടക്കാം. ലാസ്റ്റ് ഡേയിലെ 1-2 സീക്വൻസുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. മാർക്കറ്റ് ലാസ്റ്റ് ഡേയിലെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഉപയോഗിച്ച് ഒരു ട്രയാങ്കിൾ പാറ്റേൺ നോക്കുക. ഇവിടെ പാറ്റേൺ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു ട്രയാങ്കിൾ പാറ്റേണിന്റെ ബ്രേക്ക് ഡൗൺ തരുന്നു, പിന്നെ റീടെസ്റ്റ് ചെയ്ത് പ്രോപ്പർ റീടെസ്റ്റ് ആണ്. ഓക്കെ, ഇത് പ്രോപ്പർ റീടെസ്റ്റ് ആണ്. പക്ഷേ ഈ പ്രോപ്പർ റീടെസ്റ്റില് മാർക്കറ്റ് വരികയും ഇതിന് താഴെ ഈ സിങ്ങിന് താഴെ നിറയെ റീറ്റെയിലേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഫേവറിൽ മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ മൂവ് ആയിട്ടുണ്ട്. ഓക്കെ, മൂവ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് റെസിസ്റ്റൻസ് ആണ്, മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്താണ്. സോ ആ ഏരിയയിൽ ഒന്ന് റെസിസ്റ്റൻസ് 3 വട്ടം റെസിസ്റ്റൻസ് പറയുന്നു. അതിനുശേഷം ഇവരുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഓബിയസ്ലി എല്ലാവരും സെൽ സൈഡിലോട്ടേ ചിന്തിക്കുകയുള്ളൂ, എല്ലാവരും സെൽ സൈഡിലോട്ടേ ഈ ഏരിയ ചിന്തിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്തുകൊണ്ട് കോൾ സൈഡിലോട്ട് എൻട്രി എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഓൾറെഡി ബയേഴ്സ് ഡോമിനന്റ് ആയി തുടങ്ങി, ഈ ഏരിയയിൽ ഡോമിനന്റ് ആയി തുടങ്ങി എന്ന് കാണിക്കുന്നുണ്ട്. അതിന് വലിയ റീസൺ വോളിയമാണ്. ഓക്കെ, വോളിയം നോക്കുക. ലാസ്റ്റ് ഡെയിലി സെല്ലിംഗ് നോക്കുക. ഈ വന്ന സെല്ലിങ്ങിനകത്തും ഇന്നത്തെ ഈ ഏരിയയിലെ സെല്ലിങ്ങിനകത്തും ഈ ഏരിയയിലെ സെല്ലിങ്ങിനകത്തും വോളിയം നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്കതൊന്ന് ചെക്ക് ചെയ്തേക്കാം. ലാസ്റ്റ് ഡേയിൽ തൊട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വോളിയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടാവും, അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. ഇവിടുന്ന് കണ്ടോ, ഇതെന്താണ്? ഈ ഹൈ മാർക്ക് ചെയ്യുന്നു, ഈ ഹൈ മാർക്ക് ചെയ്യുന്നു, ഈ ഹൈ മാർക്ക് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മാർക്കറ്റ് ബൈ സൈഡിലെ വോളിയം റൈസിംഗ് ആണ്. അതായത് ഈ വന്ന മൂവിനകത്തും ബൈയേഴ്സ് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്ട്രോങ് ആയിട്ടുണ്ട്. ബട്ട് ഇവിടുത്തെ സെൽ സൈഡിലെ വോളിയം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത്, ഈ ഏരിയയിലെ സെൽ സൈഡിലെ വോളിയം ഇത് അതിന് താഴെ. ഓക്കെ, ഈ ഏരിയയിൽ ഒരല്പം ബൈ സെൽ സൈഡിൽ മുകളിലോട്ട് വന്നിട്ടുണ്ടെങ്കിലും, ഈ ഏരിയയിൽ സെൽ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് അപ്പൊ ഓൾറെഡി രണ്ടുപേരും തുല്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് താഴ്ത്തു വരികയാണ്. ഈ ഒരു മൂവ് കണ്ടോ, ഈ ഒരു മൂവ് വന്നപ്പോൾ മാർക്കറ്റ് ഈ ഹൈ അതിന്റെ ലോ, അതിലും താഴെ നിങ്ങൾ മനസ്സിലാക്കിയത്, ഇതിലും താഴെയായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത് ലോവർ ലോ ആയിട്ടാണ് വോളിയം സെൽ സൈഡിൽ വരുന്നത്. അപ്പൊ സെൽ സൈഡിൽ ഈ ഏരിയ സെല്ല് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ തരത്തിലും സെല്ലിംഗ് ഉണ്ട്. പക്ഷെ വോളിയം തീർത്തും കുറവാണ്, ഡിക്ലൈൻ ആണ്. ഓക്കെ, പക്ഷേ ഓൾറെഡി ഇവിടുന്ന് കോൾ സൈഡിലെ എൻട്രി കൂടുന്നുണ്ട്. സോ ഇവിടെ എപ്പോ വേണമെങ്കിലും ബയേഴ്സ് ഇവരെ ഓവർകം ചെയ്യാം. ബയേഴ്സ് ഓവർകം ചെയ്തു, ഒരു വട്ടം ചെയ്തിട്ടുണ്ട്. എവിടെ ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഏരിയയിൽ നോക്കുക. ഇവിടുത്തെ ഈ വന്നൊരു മൂവ് വരുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ലോ, അതിനുശേഷം ഇത് നോക്കുക. ഈ ക്യാൻഡലിനെ എപ്പോൾ ഇത് ഓവർകം ചെയ്തോ അവിടെ നിങ്ങൾക്ക് ഒരു എൻട്രി മുകളിലോട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ സെയിം സിനാരി തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ എൻട്രി എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കണ്ടിന്യൂ ഈ ഒരു 2 സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നു? റേഞ്ചിനകത്താണ്. അപ്പൊ റേഞ്ചിനകത്തപ്പോ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈനിൽ ഇത്രയും വലിയൊരു ക്യാൻഡിലോട് കൂടിയാണ് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ നമ്മൾ നോക്കേണ്ട എന്താ കാര്യമാണ്? പ്രീമിയം ചാർട്ട് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഹോൾസെയിലിൽ പ്രീമിയം ചാർട്ട് ഓപ്പൺ ചെയ്യുക. പ്രീമിയം ചാർട്ടിനകത്ത് നിങ്ങൾ നോക്കുക. ആക്ച്വലി എനിക്ക് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻട്രി എടുക്കണമെന്ന് മിസ്സായി. നോക്കുക, പ്രീമിയം ചാർട്ടിൽ ഇത് കണ്ടോ, ഇതൊരു സപ്പോർട്ടാണ്. ഞാനതൊന്ന് ഹൊറിസോണ്ടൽ ലൈൻ എടുത്തൊന്ന് വരച്ച് കാണിച്ചു തരാം. ഹൊറിസോണ്ടൽ ലൈൻ, ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ ഇത് ഇടാം. ഇതൊരു സപ്പോർട്ടാണ്. ഈ മാർക്കറ്റിന് മുകളിലോട്ട് പോകണം, അപ്പൊ ഈ സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസിനെ ഫുള്ള് കണ്ടു ചെയ്യാം. അതായത് ഇവിടുന്നൊക്കെ ബൈ ചെയ്തവർ, ഇവിടുന്ന് ഈ ഏരിയന്നൊക്കെ ബൈ ചെയ്തവരുടെ ഏരിയ അല്ലെങ്കിൽ ഇതിന് മുകളിൽ പോയവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ആയിരിക്കും. അപ്പൊ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാം. മാർക്കറ്റ് ഒന്നുകൂടി താഴ്ത്ത് വന്ന് ഇങ്ങനെ ഒന്ന് ഹണ്ട് ചെയ്തിട്ടായിരിക്കും മേലോട്ട് പോവുക. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഈ ഏരിയയിൽ ഹണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് ഹണ്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇതിന് തൊട്ട് താഴെ കാണാം. ഇങ്ങനെ ഈ ഒരു ഏരിയ കണ്ടോ, ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയാണെങ്കിൽ അതിനൊരു 10, 15 അല്ലെങ്കിൽ 20, 30 പോയിന്റ് താഴത്താണ് ഞാൻ എൻട്രി എടുക്കുന്നത്. ബട്ട് മാർക്കറ്റ് സപ്പോർട്ട് അവിടെ വന്നതും ക്വിക്കായിട്ട് മേലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു. ആ മേലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന്
ഒരു എൻട്രി എടുത്തത്. ബിക്കോസ് താഴ്ത്തു വരാൻ സാധ്യതയില്ല, വരാതിരിക്കാൻ കുഴപ്പമില്ല. നമ്മൾ അതിന് അത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹാഫ് ക്വാണ്ടിറ്റി, ഞാൻ 120 ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. ഞാൻ 60 ക്വാണ്ടിറ്റി ആണ് ഇവിടെ എൻട്രി എടുത്തു. മാർക്കറ്റ് പിന്നെയും താഴ്ത്തു വരികയാണെങ്കിൽ മാത്രം ഈ ഒരു ഏരിയയിൽ ഞാൻ 60 ക്വാണ്ടിറ്റി എടുക്കുന്നതായിരിക്കും. മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റിന്റെ സൈക്കോളജി എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി എന്താണ് മാർക്കറ്റ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് ഒരു മൂവ് തരികയും എനിക്ക് ഈ ക്യാൻഡിലിൽ ഈ ഒരു ക്യാൻഡിൽ എക്സിറ്റ് ചെയ്യണം. ഏകദേശം 40 പോയിന്റിന്റെ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 40 പോയിന്റ് പ്രീമിയത്തിൽ ഞാൻ എക്സിറ്റ് ചെയ്തു. ഇത് എക്സിറ്റ് ചെയ്യുന്ന റീസൺ നോക്കുക. ഇതിനെ ബ്രേക്ക് ചെയ്ത് തൊട്ടുടനെ തന്നെ എൻഗൾഫ് ആണ് ചെയ്തത്. ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തും തൊട്ടുടനെ തന്നെ എൻഗൾഫ് ആണ് ചെയ്യുന്നത്. സോ അവിടെ ഞാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ അവോയ്ഡ് ചെയ്യും കേട്ടോ. ഈ ഒരു റെസിസ്റ്റൻസ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ എൻഗൾഫിംഗ് കൂടി വരികയാണ്. പക്ഷെ ചെറിയ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് നോക്കി എൻട്രി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ലോജിക്ക് മനസ്സിലാക്കിയെടുക്കുക. ട്രേഡിങ്ങില് നിങ്ങൾ വലിയ ഇൻഡിക്കേറ്റേഴ്സിന്റെ പുറകിലോ അല്ലെങ്കിൽ കോഴ്സസിന്റെ പുറകിലോ മറ്റേതെങ്കിലും സെറ്റപ്സിന്റെ പുറകിലൊന്നും പോട്ടുന്ന ഒരു കാര്യമില്ല. മാർക്കറ്റിലെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ സൈക്കോളജി മാത്രമേ വർക്ക് ആവുകയുള്ളൂ. ഇത് സൈക്കോളജി ബേസ്ഡ് ഒരു എൻട്രി ആയിരുന്നു. അതിനകത്ത് നമ്മുടെ ടാർഗറ്റ് ഇറ്റായില്ല, ബട്ട് ചെറിയൊരു പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അത് തന്നെ വളരെ സന്തോഷം. ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയും നല്ല അറിവുകൾക്കും വേണ്ടിയും എന്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക. ഏവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.